നൈറ്റ് ഫിഷിംഗ് ഡേ 2. അപ്പോൾ നമ്മളിന്ന് നൈറ്റ് ഫിഷിങ്ങിനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഫിഷിംഗ് നമ്മൾ സ്പോട്ടിൽ മൊത്തം പായലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാളെ ചെമ്പല്ലി പിടിക്കാനുള്ള ചെമ്മീൻ പിടിക്കാനായിട്ടാണ് നമ്മളിന്ന് നൈറ്റ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെമ്മീനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കോരിയും സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ പൊതഞ്ഞ പാത്രം നമുക്ക് ഇവനെ പിടിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അവരെന്തായാലും നമ്മുടെ ചെളിയിൽ പൊതഞ്ഞ് അപ്പോൾ നമ്മൾ കൈ കൊണ്ടാണ് ഇവനെ പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഏകദേശം 2K സബ്സ്ക്രൈബേഴ്സിന് അടുത്താവാറായി. ഇനി ഏകദേശം 94 സബ്സ്ക്രൈബേഴ്സ് അടുത്ത് മതി നമ്മുടെ ചാനൽ 2K അടിയാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനത്തെ ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈസുള്ള ചെമ്മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പം ചെറിയ ചെമ്പല്ലികളൊക്കെ പിടിക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇത് ഈ കാണുന്ന ചെമ്മീൻ. അപ്പോൾ ഇവനെ നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മൾ ബക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സേഫായിട്ട് സൂക്ഷിച്ചിട്ട് നാളെ രാവിലെ നമ്മൾ ചെമ്പല്ലി പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് എട്രോപ്പസ് മാക്കുലേറ്റസ് എന്ന് പറയുന്ന ഈ ഒരു മീനെ കണ്ടത്. മലയാളത്തിൽ ഇവനെ വിളിക്കുന്നത് പള്ളത്തി എന്നൊക്കെയാണ്. പലതരം പള്ളത്തികളുണ്ട്. ഇവനെ എല്ലാവർക്കും അറിയാം, നമ്മുടെ പൂഞ്ഞാൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയൊരു പൂളകത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കണ്ടത്. കോരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനെ നമ്മൾ പിടിക്കുന്നില്ല. ചെമ്പല്ലിക്ക് ഏറ്റവും റിസൾട്ടുള്ള സാധനമാണ് ഈ ഓടിപ്പോകുന്നത്, മുട്ടിച്ചെമ്മീൻ. ഇവനെ പിടിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് വന്നത്. പക്ഷേ നാരഞ്ചെമ്മീനെ പിടിക്കുന്ന പോലെ ഇവൻ മണ്ണിൽ പൊതയത്തില്ല. ഇവൻ ഭയങ്കര സ്പീഡാണ്. നമ്മൾ കൈ അടുത്തോണ്ട് വരുന്നപ്പോൾ അവൻ പോയി ഊമ്പ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ നമ്മുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.